ദൈവനിതാളത്തിന് മഹത്വം. ഇവിടെ രണ്ട് സംഗതികളാണ് നടക്കുന്നത്. അതിൽ ഒരെണ്ണം നടന്നു കഴിഞ്ഞു. സെയിന്റ് ഡയനീഷ്യസ് ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയുടെ ഔപചാരികമായ തുടക്കം. രണ്ടാമത് സഭാസുരൻ എന്ന നന്ദിയോടെ മലങ്കര സഭ അധികാരം നൽകിയ യൂറിയസിന്റെ വിശുദ്ധന്റെ അനുസ്മരണം. മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ശിവനാനിയിൽ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഉള്ളതാണ്. ഇവിടെ എല്ലാ വർഷവും ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, ചില ചരിത്ര പുരുഷന്മാർ അവരുടെ ജീവിതം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ ചരിത്രമായി മാറിയിട്ടുള്ളതായി കാണാം. സഭാപരമായി ചിന്തിച്ചാൽ കുറിച്ചി ബാവ അതിനകത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിതം അന്നത്തെ സഭയുടെ ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മജി ഇന്ത്യക്കാരെ മുഴുവൻ ഉൾക്കൊണ്ട് നമ്മുടെ വൈദിക ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിലും തോളിലുമായി വഹിച്ചിരുന്ന ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇന്ത്യയിലെ ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോവുക. എന്തെങ്കിലും പുതിയൊരു പ്രോജക്റ്റ് പദ്ധതി ഈ രാജ്യത്തുണ്ടാകുമെങ്കിൽ ആദ്യം അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം കാണുക, കൺമുമ്പിൽ കാണുക. അപ്പൊ ഇന്ത്യയെ അതിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം തുടങ്ങിയത്. വലിയ പരിണാമം അദ്ദേഹത്തിനുണ്ടായി ഇന്ത്യക്ക് മുമ്പ്. ഏകദേശം സാമ്യത്തോടെ പറയണം, യൂറിയസ് മാർ ദിയോനാസ്യോസ് എന്ന മഹാപുരുഷൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം അക്കാലത്തെ മലങ്കര സഭയുടെ ചരിത്രമാണ്. ചരിത്രമായാൽ അതിന് പലവിധ ആഖ്യാനങ്ങൾ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായി അനുകൂലവും പ്രതികൂലവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ, ആകുലങ്ങൾ, നെടുവീർപ്പുകളും പ്രതീക്ഷകളും എല്ലാം ഒരാളിൽ അർപ്പിച്ചുവെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റെടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ 76 വർഷം നീണ്ട ഐതിഹ്യ ജീവിതം. തുടക്കത്തിൽ മുമ്പ് നമ്മൾ ജീവചരിത്രം കേട്ടതുപോലെ ഒരു ശരാശരി മധ്യതിരുവിതാംകൂർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, അപ്പം ഞാൻ പറയും മധ്യതിരുവിതാംകൂറുകാരൻ്റെ കരവറപ്പുള്ള ആളായിരുന്നു. നമ്മളൊക്കെ അത് ക്ലെയിം ചെയ്യും, ഞങ്ങളെല്ലാം മധ്യ തിരുവിതാംകൂറുകാരാണെന്ന്. പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു പരിണാമം കാണുന്നുണ്ട്. ഗാന്ധിയിലെ പോലത്തെ പേടിത്തൊണ്ടനായിരുന്ന ഒരു ബാലൻ പിന്നീട് മഹാത്മജിയായി മാറുന്ന വലിയൊരു പരിണാമമാണ് അദ്ദേഹത്തിൽ സംഭവിച്ചത്. ഭാരതീയ ജനത മുഴുവൻ അവരുടെ എല്ലാ പ്രതീക്ഷകളും കൊണ്ട് തൂക്കിയിട്ടത് ഈ കൃഷകാത്രനായ മനുഷ്യനിലായി. അവർക്കതിന് ന്യായവും ഉണ്ടായി. അപ്പൊ അതൊരു പ്രകാശം പോലെയായിരുന്നു ആ
ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതിന് ശേഷം ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളെന്ന് പ്രസംഗിച്ചല്ലോ, ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ്. ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. ഒരു വലിയ വെളിച്ചം അണഞ്ഞു പോയിരിക്കുന്നുവെന്ന്. അതിൻ്റെ ധ്വനി അദ്ദേഹം തന്നെ വെളിച്ചം പരത്തുന്ന ഒരാളും ഇവിടെയൊക്കെയോ മൂലകളിൽ അന്ധകാരം നിറഞ്ഞിരുന്നിടത്ത് അറിവിൻ്റെയും ആത്മബോധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശം കൊണ്ടെത്തിച്ചു. എന്താണ് ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് എന്ന വലിയ പിതാവിൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സംഭാവന? അതത്ര നല്ല വാക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന്? ഹിന്ദിയിൽ സംഭാവന പറഞ്ഞ് പ്രതീക്ഷിക്കുകയാണ്. ഓരോ മനുഷ്യനെ കൊണ്ട് സാധാരണഗതിയിൽ അസാധ്യം എന്ന് വിധിക്കുന്ന ഒന്നാണ് ഒരേ സമയം കുറേയേറെ കാര്യങ്ങൾ സ്വന്തം മനസ്സിൽ വഹിച്ചുകൊണ്ട് അത് മിക്കവാറും പ്രായോഗികമാക്കി തീർക്കുക എന്ന വലിയ പരീക്ഷണം. ഡിവൈഡഡ് അറ്റൻഷൻ എന്നൊന്നില്ല എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. നമ്മൾ പറയും ഒരേ സമയം പല കാര്യങ്ങൾ ഉൾപ്പെടാമെന്ന് ഉമ്മൻചാണ്ടി പോലെ. അദ്ദേഹം ഒരേ സമയം ഫോണിൽ സംസാരിക്കുകയും ഫയൽ നോക്കുകയും മുമ്പിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തെ കൊണ്ട് എല്ലാവരും ഉമ്മൻചാണ്ടിയല്ല. പട്ടശ്ശേരി പിതാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പരാമർശിക്കാൻ പല വശത്തും നോക്കിയാലൊന്നും പിടികിട്ടുകയാണ്. അത്രയ്ക്ക് വിശാലമായ വിസ്തൃതമായ വ്യക്തിത്വവും വലിയ ഒരു ആത്മലോകമാണ് അദ്ദേഹത്തിൻ്റെ. നമ്മൾ അതിനെയൊക്കെ ഒരു അറ്റമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്നവരിൽ 2-3 പേർ മാത്രമേ അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ഹൃദയൈക്യമുള്ളവരായി ആരായിരുന്നു ഈ മനുഷ്യൻ എന്ന് അറിയാൻ ശ്രമിച്ചിട്ടുള്ളവർ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ വാവലിക്കരക്കാരനായ പിന്നീട് സഭ മാറിപ്പോയ പി.ടി. ഗീവർഗീസ്. 2 മണലിൽ യാക്കോബ് കത്തനാണ്. 3ാമത് പാറയിട്ട് ശന്യാശൻ. ഈ 3 പേരാണ് ഏറ്റവും അടുത്ത്. നമ്മൾ കേട്ട യൗസേപ്പ് ഗീവർഗീസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഡയറി 2 വർഷത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ബാക്കി ഉണ്ടോ എന്ന് എനിക്കറിയാമെന്നില്ല. 1886 to 1888. ചെറിയ അക്ഷരത്തെ അതിൻ്റെ തുടക്കം ഇതാണ്: വട്ടച്ചേരിൽ യൗസേപ്പ് ഗീവർഗീസ് എന്നാണ് എഴുതി വെച്ചത്. ആ ഡയറി തന്നെ വായിച്ചാൽ ഏകദേശം അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താറുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാർഡുമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരെണ്ണം കൊണ്ടാണ്. MOC ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകം, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഡയറി കുറിപ്പുകൾ എന്ന് പറയും. ഏകദേശം ഈ വേരുമുകൾ വിൽക്കുന്ന മനുഷ്യൻ്റെ അതിഗംഭീരമായ വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊന്ന് ഒതുങ്ങുന്നതല്ല. ഏകദേശം കണ്ണൂട്ടന്മാർ ആരെ കണ്ടതുപോലെ നമുക്ക് ചിലതൊക്കെ പെറുക്കിയെടുക്കാം. ഇന്നത്തെ പോലെ വിനിമയ മാർഗങ്ങളോ സഞ്ചാര മാർഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് 100 വർഷത്തിനപ്പുറത്തോട്ട് പോവുകയാണ്. അദ്ദേഹം 2-3 മേഖലകളെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞത്. അന്നത്തെ സ്ഥിതി അനുസരിച്ച് മിക്കവാറും 2 പ്രബലമായ അഭിപ്രായക്കാർ ഇന്ന് സഭയിലുണ്ടായി. ഇപ്പോഴും ഉണ്ട്, 2 നിൽക്കാതെ. എന്നാൽ പിളർന്നു പോയിരുന്നില്ല. ഒരേ കൂടാരത്തിനകത്ത് മല്ലടിക്കുന്ന 2 കൂട്ടം ആളുകൾ. കൂടാരം പൊളിച്ചാലും കുഴപ്പമില്ലാതെ ചിന്തിക്കുന്നവരും കാണും. വളരെ വിചിത്രമാണ് ഈ മലങ്കര സഭയുടെ ചരിത്രം, മലയാളത്തിൻ്റെ ചരിത്രം. മലയാളം എന്ന് പറഞ്ഞാൽ ഭാഷയാണോ സ്ഥലമാണോ? എനിക്കറിയാവുന്ന ആളാണ് എൻ്റെ ഭാവഭാഗത്തിരിക്കുന്നത്. മലയാളം സ്ഥലത്തിൻ്റെ പേരാണ്, ഭാഷയുടെ പേരല്ല.
ഭാഷ മലയാഴ്മയാണ്. മലയാള സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് മലയാളത്തിൻ്റെ മെത്രാപ്പോലീത്ത എഴുതുന്നത് അത് സ്ഥലത്തിൻ്റെ പേരാണ്. കേരളം എന്ന് പറയുന്ന പറയുന്ന മലയാളത്തിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് ഈ മലയാളം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം. അത് ഭാഷയുടെ പേരല്ല. പിന്നെ അങ്ങനെ ആയി. ഇപ്പം കേരളമായി, കേരളം ആയി. ഇവിടെ സർക്കാരിന് ഇത്രയും ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ഒരു കൂടാരത്തിനുള്ളിൽ ഏതോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി എക്സ്ട്രേനിയസ് എന്ന് പറയുന്നത് ബാഹ്യമായ ചില താല്പര്യങ്ങളും ചരടുവലികളും അന്നുമുണ്ട് ഇന്നുമുണ്ട്. മലങ്കര സഭയുടെ ഒരു ചരിത്രം വിചിത്രം എന്ന് പറയാനുണ്ട്. ശാപം ഞാൻ പറയും, വിചിത്രം എന്ന് പറയാൻ കാരണം പേർഷ്യൻ ബന്ധമുണ്ടായിരുന്നു നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരിയുമാണ്. അന്നൊന്നും ഇങ്ങനൊരു വിഭാഗീയത ഇവിടെ ഉണ്ടായിരുന്നില്ല. പേർഷ്യൻ സഭാ നേതാക്കന്മാർ ഇവിടെ കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അധിനിവേശ ശ്രമം അവരെ തൊട്ടിട്ടേ ഇല്ല. പേർഷ്യൻ ബിഷപ്പുമാർ വന്നുപോയി. പിന്നെ ഒരു അധിനിവേശം ഉണ്ടാകുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ പോർട്ടുഗീസുകാരുടെ വരവിന് ശേഷമാണ് ഈ വിഴുങ്ങുന്ന പരിപാടി തുടങ്ങി. മുമ്പിൽ കണ്ടതിനെ ഇല്ലാതെയാക്കി രാഷ്ട്രീയ ഭാഷയെ പറഞ്ഞ വടക്കാക്കി തണുക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അതങ്ങനെ പ്രയോഗിക്കാൻ ഒക്കത്തില്ലെങ്കിൽ കണ്ടതിനെ സ്വന്തമാക്കുക. ഒരു പൂ കണ്ടാൽ ആദ്യം എന്നാ ചെയ്യുന്നു? പറിക്കാൻ. എന്തിനാ പറിക്കുന്നത് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. അല്പനിമിഷത്തിൽ വാടിപ്പോകും, പക്ഷി പറിച്ചിരിക്കും. നമ്മൾ നിരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു നായ പോകും. ഉടനെ എന്താ വരുന്നത്? മനസ്സിൽ നമ്മുടെ കോളേജ് കുമാരന്മാരുടെ ഭാഷയിൽ ലോക്കൽ താഴെ കിടക്കുന്ന കിടക്കുന്ന കല്ലിലാണ് ലോക്കലിൽ വിളിക്കുന്നത്. അതെടുക്കുക. ഈ വാസന എങ്ങനെ ഉണ്ടായി? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നായെ കണ്ടാൽ എറിയണമെന്നുള്ളത് ആരാ പഠിപ്പിച്ചത്? സ്കൂളിൽ പഠിച്ചത്. അപ്പൊ ഈ അധിനിവേശ ശ്രമങ്ങൾ ഉണ്ടായത് അന്നത് താങ്ങാനുള്ള കഴിവ് ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ സ്ട്രക്ചർ ഒന്നും ചിന്തിക്കരുത്. അന്ന് ഈ ഇന്നത്തെ നമ്മൾ കേരളം എന്ന് പറയുന്നത് തമിഴ് പേരെ കൂടെ ചേർന്നിരുന്നത് ഒറ്റ എൻറ്റിറ്റിയാണ് തമിഴകം എന്ന പേര്. മലയാള ഭാഷയില്ല. ഏകദേശം ഇന്നത്തെ കേരളം മാത്രം എടുത്താൽ വളരെ സ്വച്ഛന്തമായ ജീവിതം ഉള്ള ഒരു സ്ഥലം. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ വേറെ ചില രീതിയിലെത്തി. ഇവിടുത്തെ കേരളത്തെ പോലല്ല. ഇത് വളരെ സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു ചെറിയ പ്രദേശം. കച്ചവടമൊക്കെ നടത്തിയാൽ മതി. രാജാവിനെ സേവിക്കുക, കച്ചവടം നടത്തുക, ദൈവത്തെ പ്രാർത്ഥിക്കുക. 3 മണിയെ അവർക്കുള്ളൂ. കച്ചവടം ചെയ്യാനും ലാഭം ഉണ്ടാക്കാനും അറിയാമായിരുന്നു. ഇന്ന് നമുക്കറിയാമല്ലോ. കുറേ നാൾ മുമ്പ് ഇവിടെ തരകൻ സാർ, മാത്തത്തലവൻ്റെ മകൻ ഡോക്ടർ തരകൻ, അദ്ദേഹം കൂടെ ഉൾപ്പെടുത്തിയ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, എന്തായി നസ്രാണികൾക്ക് കവിതയും ഒന്നും വരാത്തത്? അവർക്ക് എന്താണ് സുഗതകുമാരി ഒരു ഇനിയൻ്റെ മനസ്സിൽ കവിതയില്ല എന്നുള്ളതിൽ എന്താ ഇങ്ങനൊരു പോയറ്റിക് സെൻസിലാത്തൊരു വർഗമാണോ നസ്രാണി? അപ്പോൾ തരകൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, പണ്ട് നമ്മുടെ വല്യപ്പന്മാർ കച്ചവടക്കാർ, ഈ കച്ചവടം എവിടെ സ്ഥിതി ഇപ്പോഴും കിടക്കുന്നത്, ഇതിൻ്റെ എവിടെ കവിതയുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഈ ഭൂപ്രദേശം ചെറുതാണ്. ഒരു ഭാഗത്ത് കടൽ, മറുഭാഗത്ത് പർവ്വത നിരകൾ. വളരെ സുരക്ഷിതമാണ്. പഴയ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമാണ് പിന്നെ വന്നത്. അതുവരെ എല്ലാം സ്വച്ഛമാണ്. നല്ല കാലാവസ്ഥ, എവിടെ നോക്കിയാലും പച്ചപ്പ്. അതിലെ നമ്മൾ നശിപ്പിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നല്ല ആയുർവേദ ചികിത്സ കിട്ടുന്ന സ്ഥലം. പിന്നെ കാച്ചി എണ്ണയും കാച്ചി പോലും ഒക്കെ ആയിട്ടൊരു സമ്പ്രദായം ഉണ്ടായി. സുഖകരമായി സിമ്പിളായിട്ട് ജീവിക്കാം, അല്ലലില്ലാതെ. അതൊരുമാതിരി സേഫ്റ്റിയാണ്. ഇന്ന് നമ്മളതിനെ സ്വപ്നം കാണാൻ നിവർത്തി. എന്തായാലും കിട്ടുക.
അപ്പം അങ്ങനെ ഒരു കാലത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. പേർഷ്യൻ വന്നു, അവർ പോയി. പിന്നെ ഇവിടെ വലിയ ഇവിടെ പടം വരച്ച് വെച്ചിരിക്കുന്നതുണ്ട് മാവേലിക്കരെ പടിയോലൊക്കെ സ്വപ്നത്തിലെ ചിത്രം ഭാവനയിൽ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു പരിചയവുമില്ല. മറ്റ് വിദേശ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഒരു സഭയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഔപചാരികമായി അനൗപചാരികമായി അറിയില്ല. പട്ടശ്ശേരി പിതാവിൻ്റെ കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പഠനവും ഈ ഒരു വട്ടത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. കേരളത്തിലോ അല്ലെങ്കിൽ സുറിയാനി പിതാക്കന്മാരിൽ ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ഒരു സാധ്യതയില്ല പഠിക്കാൻ പോലും. മതോപദേശ സാധനങ്ങളൊക്കെ ഈ ആശ്രമം കീഴിൽ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അന്ന് ഓവർസീസിൽ പഠിക്കാൻ പോലും ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ കണ്ടില്ല. ഈ ഇട്ട വട്ടത്തിൽ എല്ലാവരും കറങ്ങിയാൽ പിന്നെ എത്രയോ കഴിഞ്ഞാണ് ആളുകൾ പുറത്തോട്ട് പോവുകയും വെളിയിൽ ക്രിസ്തീയ സമൂഹങ്ങൾ ഉണ്ടെന്നും ഒക്കെ ഒന്ന് നേരറിവ് കിട്ടാൻ വേണ്ടി എത്രയോ നാൾ വേണ്ടി വന്നു. അങ്ങനെ ഒരു ഭൂവിഭാഗത്തിലാണ് പെട്ടെന്ന് അധിനിവേശം വന്നപ്പോൾ നടുങ്ങിപ്പോയി. അത്ഭുതമില്ല. പോർട്ടുഗീസുകാരെ വന്നപ്പോൾ അവരെ പിടിച്ചെടുത്ത ആർച്ച് ബിഷപ്പ് വെനസിസ് എന്ത് ചെയ്യുമെന്ന് അറിയുന്ന ആളുകൾക്ക് അദ്ദേഹം ഓർഡർ ഇട്ട എല്ലാവരും കൂടെ വരും. അദ്ദേഹം ഒരു യോഗം വിളിച്ചാൽ അത്രേ ഉള്ളൂ. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടൊരു ഏർപ്പാടില്ല, അങ്ങനെ ചിന്ത പോലും ഇല്ല, അവരെ കൊണ്ട് സാധിക്കുകയുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർ വന്നു. പിന്നെ ഓടി വന്നവരാണ് നമ്മുടെ ബന്ധുക്കാർ, സിറിയൻ ബന്ധുക്കൾ. അതും വന്നപ്പോഴും അവർ വന്നു ഇതിനെ പിടിക്കെടുക്കാനും അത് വേറെ ചരിത്രത്തിന് സവായത്തിൽ പറയാൻ വേണ്ടിയിട്ടല്ല. ഇതിനിടയിൽ ഒരു നടുക്കമുണ്ടായ പോർട്ടുഗീസ് വരവോടുകൂടെ പിന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലായി. വെളിയിലും ആളുകളുണ്ട്, സഭകളുണ്ട്, സമൂഹങ്ങളുണ്ട്, സുന്നഹദോസുകളുണ്ട് എന്നൊക്കെ എങ്ങനെ അറിയാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം തന്നെ ബാഹ്യമായ ചില ഇടപെടലുകൾ കൊണ്ട് ഇവിടെ രണ്ട് ചിന്താഗതിക്കാരുണ്ടായി. കുറേ പേര് അതിലൂടെ, കുറേ പേര് അങ്ങോട്ട് ചേരുന്ന രീതി വേർതിരിച്ചാറുണ്ട്. ഇംഗ്ലീഷുകാർ അതുകൊണ്ട് കുറേ പേര് അതിൻ്റെ പുറവായിട്ട് പോകും. അങ്ങനെ ഒരു കൂട്ടം ഇതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അന്ന് നിലനിൽക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിനെ വേറൊരു രീതിയിലാക്കാൻ, ഇല്ലാതാക്കാൻ, വേറൊരു രീതിയിലാക്കാനായിരുന്നു അവരുടെ അഹോരാത്ര ശ്രമം. ഇതിൻ്റെ അറിവ് ഈ യൂറിലീസ് മൽപ്പാന് കിട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വൃത്താനായി കഴിഞ്ഞും മനസ്സിൽ 3-4 കാര്യങ്ങൾ അതിൽ എരിഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒന്ന്, ഇത് പൊട്ടിപ്പുടർന്നു പോകാതെ ഇരിക്കണം. വലിയ കൺസേൺ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഇത് പറയുമായിരുന്നു. എങ്ങനെയെങ്കിലും CJ കൊച്ചിലൊക്കെ വിളിച്ച്, പിന്നെ അവസാനത്തിൽ വിളിച്ച് അക്കരെ കൊച്ചൊക്കെ വിളിച്ച് സംസാരിക്കുന്നു. നമുക്ക് ഇത് പൊട്ടിപ്പളങ്ങി പോകരുത്. പാർലീസിൻ്റെ കാര്യം പിടിച്ച് കരഞ്ഞതൊക്കെ ഇതായി. ദയവേത് ഇതിനെ ഉപദ്രവിക്കരുത്, ഈ സഭയെ മുടിക്കരുതെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നതിന് എത്തിയെന്ന് ആയുധമൊന്നുമില്ലല്ലോ. ആയുധം എടുക്കാൻ പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടും. അപ്പോൾ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കൺസേൺ ഇതാണ്, ഇത് പിളർന്നു പോകരുത്. ന്യായമായ നിലയിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ, പക്ഷേ വലിയ കോംപ്രമൈസിലൊന്നും സമ്മതിക്കത്തില്ല, പക്ഷേ പിളരാതെ നോക്കണം. ഇതൊക്കെ സാധിക്കുമെന്നറിയില്ല. അതേസമയം രണ്ടാമത്തെ വലിയ കൺസേണാണ്, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, സ്വതന്ത്ര സഭയാണ്. ഇത് പറയുമ്പോൾ ചിലത് മിണ്ടത്തില്ല. ഞാൻ ഇന്നലെ മൾന്തുരുത്തിയിലെ അടിച്ചടിച്ചയുടെ പെരുന്നാളായിരുന്നു പോയത്. സംഭവം ഞാൻ പറഞ്ഞ സമീപകാലത്ത് തായ്ലൻഡിൽ ഒരു ഇൻ്റർനാഷണൽ മീറ്റിംഗ്, ഞാനിപ്പോൾ ഒരാഴ്ച 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തെ സഭാ നേതാവൊക്കെ ഉണ്ട്. തിരിച്ചു പോയി ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. എയർപോർട്ടിൽ ഒന്ന് കുറേ സമയം ഇരിക്കുന്നു ബാങ്കോക്കിൽ. അപ്പോൾ അതേ വിഷയം എടുത്തിട്ട് ഞാനവിടെ വെറുതെ ഇരിക്കുകയാണ്. അതേ വിഷയം എടുത്തിട്ടു കുറേ എല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ബേസിക്കായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുക, അടിസ്ഥാനമാണ്, ഇന്ത്യയിൽ ഒരു സഭയുണ്ടോ ഇല്ലയോ? അതോ വെളിയിൽ കൊണ്ടുവന്നു ആരെങ്കിലും
സെന്റ് തോമസിന്റെ കാര്യമാണ് ഈ പറയും. ഇന്നും ഈ ഇഷ്യൂ സോൾവ് ചെയ്യാതെ കിടക്കും കുറെ പേർക്കെങ്കിൽ. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഒരു ചർച്ച ഉണ്ടോ, അത് പിന്നെ ആരാണ്ട് ഇവിടെ കൊണ്ടുവന്നത്? മറുപടിയില്ല. പിന്നെ ഒന്നുകൂടി ഞാൻ ചോദിച്ചു, കടലിൽ ചോദിച്ചാലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അവിടെ ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ലല്ലോ എയർപോർട്ട്. 1958 മുതൽ 70 വരെ ഒരുമാതിരി ഇൻറ്റിഗ്രേഷൻ ഉൾട്ടില്ല, 100% ഇല്ല. വളവത്തായ സാറിന് അറിയാം, ഒരുമാതിരി ഒരു ഉദ്ഗ്രഥനത്തിൽ നിന്ന് ഒരു സമൂഹമാണ് 12 വർഷം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരാ പൊട്ടിച്ചത്, എന്തായിരുന്നു ലക്ഷ്യം? മറുപടിയില്ല. നമുക്ക് അങ്ങനെ വേണം, നമ്മൾ ഒന്നിച്ചു പോയാൽ എന്തൊരു ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്. ഇപ്പം 2-3 കാര്യം ഞാൻ പറയിച്ചു. ഇങ്ങനെയൊക്കെ ഇപ്പം തിരുമേനി മുന്നിൽ എടുക്കാനും ഞാനും കൂടെ വരാം. പിന്നെ അദ്ദേഹത്തിനെ പ്രസംഗം വന്ന് പോവുകയും ചെയ്തു. ഞാൻ അടുത്ത ഞാൻ പോകുന്നത് ഇന്നിത് പലരുടെയും മനസ്സിൽ നമ്മളാരും ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. നമ്മൾ ഈ തഥ ആളുകളാണ്. ഇത്രയുണ്ട്, മതി. അപ്പം വണ്ടശ്ശേരി പിതാവിൻ്റെ മനസ്സിൽ ഒന്നാമത് ഇതെങ്ങനെയെങ്കിലും പൊളിഞ്ഞു പോകാതെ ദൈവം ഒന്നിച്ചു നിൽക്കുന്നു. ഉദ്ഗ്രഥനത്തിൻ്റെ ആചാര്യനാണ്. ഇൻ്റഗ്രേഷൻ എന്ന മലങ്കര ചർച്ച്, നമ്മൾ ദേശീയോദ്ഗ്രഥനമൊക്കെ പറയുന്നു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ശരിയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, ചെറിയ സഭയാണ്, വലിയ ആൾ ബലവും കായബലവും ഒന്നുമില്ല, നിഷ്കളങ്കരായ മനുഷ്യരാണ്. കച്ചവട മനസ്സിലുണ്ട്, നിഷ്കളങ്കരായ ആളുകൾ. അവർക്ക് നല്ലൊരു സ്വാതന്ത്ര്യവാദം ഗാന്ധിജി ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ല പള്ളി പറഞ്ഞു. ജവഹർലാൽ നെഹ്റു വലിയ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെ ആളുകളെല്ലാം കൂടെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. സന്തോഷം. ഇപ്പോഴും അത് കേൾക്കുന്നുണ്ടല്ലോ, നല്ല വേണ്ടതാണ്, വേണം. അപ്പം നെഹ്റു ചോദിച്ചു, ജനങ്ങളോട് ചോദിച്ചു, ഭാരത് മാതാ കോൺഗ്രേ, ആരാണ് ഈ ഭാരത് മാത? അപ്പം ആർക്കും പറഞ്ഞുകൂടാ. ആ പെണ്ണ് കൂവി വിളിച്ചു, ഭാരത് മാതാ കി ജയ്. അവസാനം എന്തായാലും പറഞ്ഞു, നിങ്ങളാണ്, നമ്മളാണ്, ഈ രാജ്യമാണ്, ജനതയാണ്, സമാജമാണ്, സമൂഹമാണ്, അതാണ് ഭാരത് മാത. അത് ഒരു സന്ദേശം പാവപ്പെട്ട ഗ്രാമീണരുടെ ഹൃദയത്തിലേക്ക് അത് സംക്രമിപ്പിക്കുകയാണ്. നിങ്ങളാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈശ്വരൻ തന്നതാണ്, ആരുടെയും ഇങ്ങോട്ട് കിട്ടിയിറക്കിയതൊന്നുമല്ല. ഇത് വല്ലഞ്ച നസ്രാണികൾ പറയുന്നു. നമ്മൾ ക്രിയാന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈശ്വരൻ തന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അതെല്ലാവർക്കും ഉണ്ട്. ഭിക്ഷക്കാരനുണ്ട് അവൻ്റെ ഒരു മാന്യത എന്നവൻ പറയും. ഒന്നുമില്ലെങ്കിൽ എനിക്കുമില്ലേ ഒരു മാന്യത എന്ന് ഭിക്ഷക്കാരൻ പറയും. ഭിക്ഷു എന്ന് പറഞ്ഞാൽ മോശമാകാത്തുന്നത്. ഭിക്ഷു എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ആഹാരം പാകം ചെയ്യാത്ത സന്യാസിയാണ് ഭിക്ഷു. അപ്പൊ ഈ സ്വാതന്ത്ര്യബോധം അതൊരു ജ്വാല പോലെ അദ്ദേഹത്തിൻ്റെ 2020 പറഞ്ഞില്ലേ, വിശുദ്ധ പദപ്രഖ്യാപനം ശ്രീ ശേഷവാണി പൂത്തോമയാക്കി ഞാൻ എഴുതി. അപ്പം അതിൽ ഒരു ലൈനിൽ കവേശലാരി ചൊല്ലുന്നുണ്ടെന്നതാണ്. സ്വാതന്ത്ര്യത്തിന് തിരി നീട്ടിയിട്ട് അത് ജ്വാലയാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ റോൾ. ചെറിയ ബോധമുണ്ട് മനസ്സിൽ, അതിന് വലിയ ജ്വാലയാക്കി ജ്വലിപ്പിച്ച ആളാണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞ സ്വത്വബോധം പറഞ്ഞ എൻ്റെ മന പോയി. എല്ലാവരും പറയുന്നത് സ്വത്വബോധം എന്ന് പറയുന്നത് ഒരു പിടിയില്ലല്ലോ. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊടുത്തു. വി ആർ എൻ ഇൻഡിപെൻഡന്റ് ചർച്ച്. അതെന്ത് ആയാലും സ്വത്തൊന്നും ഇല്ലായിരിക്കാൻ, അവിടെ എല്ലാവരും തുല്യരാണ്. യേശുക്രിസ്തു പറഞ്ഞ പല കഥകളിൽ, പ്രത്യേകിച്ച് സെന്റ് മാത്യൂസ് ഗോസ്പലിലെ 2 അധ്യായങ്ങളായിട്ട് കാണുന്നുണ്ട്. മുമ്പന്മാർ പെമ്പന്മാരും പെമ്പന്മാർ മുമ്പന്മാർ എന്നറിയാം. തലതിരിഞ്ഞ ജനാധിപത്യമാണ്. എന്താ ജനാധിപത്യം പറഞ്ഞാൽ? അഴീക്കോട് സാറിന് പാടിയിരിക്കുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്, ജനങ്ങളുടെ പേരൊരു ആധിപത്യമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ജനാധിപത്യം 5 മണിക്ക് വന്നതിനും 1 ദീനാറ,
രാവിലെ 5 മണിക്ക് 6 മണിക്ക് വന്നതിന് ഒരു ദീനറ. ഇതെന്തൊരു നീതി! ഇത് പ്രസംഗിക്കുമ്പോൾ എന്നതാണ് അറിയാൻ പക്ഷെ പള്ളി പ്രസംഗിക്കത്തില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവും. രാവിലെ വെളുപ്പിനെ വന്ന് അധ്വാനിച്ച് പകൽ മുഴുവൻ അധ്വാനിച്ച് വരും, ഒരു ദീനാറാണ്. വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് ഒരു കാര്യം വന്നവരും ഒരു ദീനാറാണ്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ചോദ്യം, ഇത് ന്യായമാണോ? അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത്, ഈശ്വര ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെയാകണം. പുറകെ കിടന്നവനെ ഇനി കൊണ്ടുവരണം, മറ്റവൻ ആ ലെവലിലേക്ക് വരണം. അങ്ങനെ മസ്താഖിയുടെ ഒരു ആശയം പറഞ്ഞ ലെവലിംഗ് ഓഫ്, അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അവിടെ തുല്യരാണ്, അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ പേരിൽ അവിടെ ഉച്ചനീചത്വം ഇല്ലേ ഇല്ല. സെയിന്റ് ഐനേഷ്യസിന്റെ മനസ്സിൽ ഇതൊരു സ്വതന്ത്രമായ ജന്മസിദ്ധമെന്ന് പറഞ്ഞ ഈശ്വരദത്ത, ജന്മസിദ്ധമെല്ലാം ഈശ്വരൻ തന്നത്, അല്ലൊന്നുമില്ല. ഈ ഒരു അവബോധം കുത്തിവെക്കാൻ മരണം വരെ ശ്രമിച്ചു, അതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എരിഞ്ഞു നിൽക്കുന്ന, നമ്മൾ പുറത്തു നിന്ന് കാണാത്ത കാര്യങ്ങൾ മൂന്നാമതോട് ഞാൻ പറയാം. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പൊട്ടിപ്പൊളിയാതെ അതിനെ ഗാർഡ് ചെയ്യണം, സൂക്ഷിക്കണം. കാരണം മലക്കരത്തിനെ കുറിച്ച് കാവൽക്കാരൻ വരാണ് ഇൻഡിപെൻഡന്റ് ചർച്ച് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഇൻസ്പയർ ചെയ്യാൻ പകരം വെക്കാൻ വാക്കില്ല. ഇൻസ്പയർ ചെയ്യുന്നവരാ. ഈ രണ്ടും അവിടെ നിൽക്കെ തന്നെ മൂന്നാമതൊരു എലിമെന്റ് ഉണ്ട്. അതൊക്കെ വല്ലപ്പോഴും നമ്മൾ പറയും. അദ്ദേഹത്തിന്റെ മഹാഗുരുവിൽ നിന്ന് എന്തൊക്കെയാണോ കണ്ടും കേട്ടും ഹൃദിസ്ഥമാക്കിയും അറിഞ്ഞും പഠിച്ചത്, അത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ആള് വിശുദ്ധ വ്യക്തികളെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ പ്രസംഗിക്കുകയാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരാളിന് വിശുദ്ധനായി ജീവിക്കാൻ സാധിക്കും? ഒത്തിരി ബിസി വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞു, ആരവിടെ പറഞ്ഞ പോലെ എക്കാറ കോൺഷ്യസ ഞങ്ങളുടെ വർഗം നിങ്ങളില്ലെന്നറിയാം. ട്യൂൺ അല്ലെങ്കിൽ ടോൺ അതിൽ നോക്കി തെറ്റാതെ. ഇപ്പോൾ ഇന്ന് 3ാമത്തെ ടോൺ തുടങ്ങി. അപ്പോൾ നാളെ ഏതാണെന്ന് ഇത് തെറ്റാതെ ചൊല്ലുന്നതിനിടയ്ക്ക് വേർ ഈസ് ദ മീനിങ്, കണ്ടന്റ് ഭരിച്ചു പോകുന്നുണ്ടോ? ചിന്തിച്ചു നോക്കാം. ട്യൂൺ കോൺഷ്യസ് ആകുന്നതോടുകൂടി കണ്ടന്റ് മിക്കവാറും വലിക്കും. അതീവ ശ്രദ്ധയില്ലെങ്കിൽ സെയിന്റ് ഐനേഷ്യസിന് ഈ കാര്യങ്ങളിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കളങ്കവും കൂടാതെ ജീവിക്കണമെന്നുള്ള മൂന്നാമത്തെ വലിയ കൺസേൺ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും. പലരും ചിന്തിച്ചിരിക്കാം. അതിൽ അല്പം ഗവേഷണം നടത്തി എഴുതിയ ഒരാളുണ്ട്, അതാണ് ഡോക്ടർ വി.സി. സാമുവൽസ്. തുടക്കത്തിൽ അദ്ദേഹം ശത്രുവാരെന്ന് അറിഞ്ഞവിടെ മിത്രമായിരുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പടയശിവരുടെ ആരാധകനായി. മലങ്കരസാനികൾ എന്നുള്ള സീരീസ് എഴുതിയ അസാധാരണമായ ഒരു ചരിത്രകാരനുണ്ടല്ലോ, പാറേട്ട് കറിയാക്കുട്ടി, ഇസ്ഡൻ പാറേട്ട്. അദ്ദേഹം കുറിച്ച് പറയുന്നത് അവയിലെ കമ്മ്യൂണിസ്റ്റാണ് കറിയാക്കുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം ആരെയും അങ്ങനെ ചുമ്മാ പൊക്കുകയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു ഈ പുസ്തകങ്ങളെ ചമചയിച്ചു. തിരുവനന്തപുരയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ അവസാനം അത് എഴുതിയിരിക്കുന്നു, ഈ മരത്തറയിൽ കയറിയില്ല, ഇതൊരു വിശുദ്ധനാണെന്ന്. അത് വല്ലാത്ത ഒരു അഡ്മിഷനായി. ഈ മരത്തറയിൽ കയറിയില്ല, ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്നുള്ളൊരു ചിന്ത. നൗ ഐ ആം കൺവിൻസ്ഡ്. അവരതിനെ കുറിച്ച് തേടി കയറിയാൽ അറിയാൻ മാർഗമില്ല, രഹസ്യമാണ്. ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം, പ്രത്യേകിച്ചും മലങ്കര സഭയിൽ ഉണ്ടായിട്ടുള്ള ഈ മിസ്റ്റിക്സ് സെയിൻസ് എന്നൊക്കെ പറയാവുന്നവരുടെ രഹസ്യമായ ആത്മീയ പുരോഗതിയുടെ ഒരു ഗ്രാഫ് ആരും കണ്ടിട്ടില്ല. പരിപാടി തിരുവയാണെയും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ സഭാ ഭാസുവിൻ്റെ അദ്ദേഹം രാവിലത്തെ കഴിഞ്ഞ് കയറി കഥ നടക്കും. പിന്നെ അവിടെ
പിന്നെ കരച്ചിലും നിലവിളിയൊക്കെയാണ്. ഇപ്പൊ ശബോനിച്ചൻ എഴുതി ഇതാണ് അതിൻ്റെ രഹസ്യം. ഇദ്ദേഹത്തിൻ്റെ അതുല്യമായ ആത്മീയ പ്രതിഭയുടെ ഉറവിടം കണ്ണുനീരിലാണ്, സ്വകാര്യ പ്രാർത്ഥനയിലാണ്, പ്രകടന വൈമുഖ്യത്തിലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എക്സിബിഷനിസം ഇല്ല. മണലിച്ചൻ അത്ര എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിശുദ്ധി ഒരു മനുഷ്യനും അറിയരുത് നിർബന്ധമുണ്ടായിരുന്നു എന്ന് മണൽ യാക്കോബത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് എൻ്റെ പ്രജാസ്യം മറ്റേ പേർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ അമാനുഷികമെന്ന് തോന്നുന്നതാണ്. ഒരേ സമയം തന്നെ ഈ 3 കോടി ഒരുമിച്ച് വണ്ടി ഓടിക്കാൻ എങ്ങനെ നോക്കും? പിന്നെ കുറച്ചുകൂടി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി മാർത്തോമായുടെ നമ്മളിപ്പോൾ പറയുന്ന മാർഗവും വഴിപാടും അതിലുള്ള പല സഭകളിൽ പൊട്ടിപ്പൊളിച്ചുകൊണ്ട് ഇവിടുത്തെ നവീകരണ സഭകളുണ്ട്, കാത്തലിക് ചർച്ചിലേക്ക് ചാടിപ്പോയവരുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. എല്ലാം കൂടി ഒരു സഭയാകാൻ നോക്കുകയില്ല. എന്നാൽ ഒരു ഫെഡറേഷൻ പോലെ ഒരു ധാരണയിലെങ്കിലും പോകണമെന്ന് ചിന്തിച്ച വലിയ ദീർഘദർശിയായിരുന്നു സെയിന്റ് ആഗ്നസ്. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരെ അതിനിടയ്ക്ക് അവിടെ ഉള്ളിൽ പാളയത്തിൽ പടം മൽപ്പാരം ഇവിടുത്തെ ആശയങ്ങൾ അല്പം എതിരാണ്. സ്ഥാനികൾ ട്രസ്റ്റിമാരുണ്ട്, അവർ പലരും എതിരാണ്. പണമില്ല. അദ്ദേഹം മലങ്ങാത്ര പോലത്തെ കട്ടാറ്റപ്പള്ളിക്കാർ എഴുതിയ കൽപ്പന ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 50 രൂപ 75 രൂപ വേണം കേസിന്. എഴുതിയിരിക്കുന്നു. ഒരു നിവൃത്തിയില്ല, നിങ്ങളൊക്കെ അല്ലാതെ ആരാ എനിക്കുള്ളത്. അത് വല്ലാത്തൊരു ഭാഷയാണ്. കുറിച്ചി ബാബ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രായമായി നടന്നു പോകുമ്പോൾ പിടിച്ച് ഒന്ന് വഴുതിക്കാൻ പാറ കയറി പിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ അല്ലാതെ ആരാ എനിക്കുള്ളത്. ഇത് വളരെ ഹൃദ്യമാണ് ഈ ഭാഷ. സാഹിത്യം പറഞ്ഞിട്ട് ഒരു ചട്ടിയില്ല. ഇപ്പോൾ കൽപ്പന എഴുതിയിരിക്കുക, ഞാൻ നിങ്ങളോടല്ലാതെ ആരോടാ ചോദിക്കേണ്ടത്. അവിടെ എല്ലാം മനസ്സും അലിഞ്ഞു പോകും. എൻ്റെ സമയം തീർന്നു, എന്നിട്ട് ഓടുന്നതാണ് ചോദിച്ചത്. സമയത്തേക്ക് പറയാതെ കേട്ടോ, നമുക്ക് ഈ വലിയ ബ്രേക്കും ഇല്ല, ഓടുന്നില്ലേ. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ ആകുമെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓടുകയാണില്ല. ഒരേ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ ഇതെല്ലാം വലിക്കുകയും ഭരണം നടത്തുകയും ആരെയും വഴി പറയാതെയും തന്നെ ഉപദ്രവിച്ചവരോടും മുടക്കിയവരോടും ഒന്നും മോശമായിട്ട് ഒരു പദം പോലും ഉച്ചരിക്കാതെ ഉള്ളിൽ അണയാത്ത അഗ്നിയുണ്ട് എങ്കിലും അദ്ദേഹം ഇതെല്ലാം കൂടെ എങ്ങനെ വഹിച്ചു. ഹൃദയം പൊട്ടി മരിച്ചിട്ടില്ലോ എന്നുള്ള മഹാത്ഭുതം. ഈ ദുഃഖമെല്ലാം മലങ്കര സഭയിൽ ഇത്രയും മനോദുഃഖം അനുഭവിച്ച രണ്ടാമതൊരാളില്ല. നിങ്ങൾ എഴുതി വെച്ചു. എൻ്റെ അന്വേഷണത്തിലുള്ള ഞാൻ ഈ പറയും, ഇത്രയും മനോദുഃഖം അനുസരിച്ച ഒരാളില്ല നേതാവ് സ്ഥാനത്ത്. പറഞ്ഞ പിതാവിനെ പോലെ അതൊന്നും അദ്ദേഹം പുറത്ത് കാണിച്ചില്ല. ഇതെല്ലാം രാത്രിയുടെ ശബ്ദതയിൽ ഒഴുകുന്ന കണ്ണുനീരിലൂടെ ഇത് ഒലിച്ചു പോകും. അതാണ് നമ്മുടെ ശക്തി. ഈ കൂട്ടരുടെ ഒരാളുടെ മാത്രമല്ല 2-3 പേരുടെ പേര് എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ടായി പറയും. അതുകൊണ്ട് അനുസ്മരണ എന്ന് പറഞ്ഞാൽ കേവലം അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നു, ഭരണഘടന ഉണ്ടാക്കി, കാതോലിക്കേറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതിനിടയ്ക്കെല്ലാം അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചു. പദോപദേശ സ്ഥാനങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ലെക്ചർ നോട്ടാണ് അയാൾക്കുള്ളത്. അതൊരു കോഡിഫൈ ചെയ്ത ഒരു കോഡാണത്. പദോപദേശ സ്ഥാനം അന്നും ഉണ്ടായിട്ടിരിക്കുന്നത് വലിയ കൂടിയ ഗ്രന്ഥമൊന്നുമല്ല, പക്ഷേ അതൊരു കോഡാണത്. അതിനെങ്ങനെ സമയം കിട്ടി? വള്ളത്തിലാണ് മൽപ്പാൻ്റെ യാത്ര. പലവരയിൽ നിന്ന് കോട്ടയത്തിന് ഇന്നത്തെ കാണുന്ന റോഡുകൾ, അവിടെ മന്ത്രിമാർ സഞ്ചരിക്കുന്ന റോഡുകളൊന്നും ഇല്ല. വള്ളത്തിലാണ് യാത്ര. അവിടെ ഇരുന്നുകൊണ്ട് ആ വള്ളത്തിൽ കഞ്ഞി വെച്ച് കുടിക്കും. വള്ളത്തിൽ എവിടെയെങ്കിലും നിർത്തി നിൽക്കും. അന്ന് കണ്ട സ്വപ്നമാണ് മലങ്കര സഭയെക്കുറിച്ച്. ആ വള്ളക്കെട്ടിനകത്തിരുന്നുകൊണ്ട് കണ്ട സ്വപ്നങ്ങളാണ് മലങ്കര സഭയുടെ ഭാവി. അതുകൊണ്ട് സെമിനാരി കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഒരു സമയത്ത് പൊന്നാട്ട് വെൽപ്പാൻ്റെ പുറത്തൊരട്ടി അടി വെച്ച് കൊടുത്തു.
രണ്ട് കയ്യിലും ചൂരൽ പിടിച്ചു വിട ചരിത്രം. മട്ടക്കലെ അച്ഛൻ കൊതുക് പോലെ, ചെറുക്കത്തിൽ ആ വാക്യം വിളിച്ചിട്ട് കൊതുക് പോലെയുള്ള നിർത്താൻ എന്ന് പറഞ്ഞ എന്നെപ്പോലെ എനിക്ക് ചുരുക്കം. അദ്ദേഹമാണ് പഴശ്ശിരാജാവിന്റെ തോട്ടക്കാരൻ. അപ്പോൾ അവിടെ തേങ്ങ ഇടണം, തേങ്ങ ഇട്ട് കഴിഞ്ഞ് തേങ്ങ ഇട്ട് കൈവശമാക്കണം പറമ്പുകൊണ്ട്. അതിനാണ് എതിർകക്ഷികൾ വന്നിരിക്കുന്നത്. ബാല്യക്കാരും ഒക്കെ ആയിട്ട് വന്നു, തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുന്നു. മൽപ്പം ചെയ്ത് പറഞ്ഞ് പറ്റുകയില്ല. അപ്പോൾ അവർ താടിക്കിങ്ങനെ പിടിച്ച്, നീളമുള്ള താടിയായി, ഇതുപോലല്ല, താടി പിടിച്ച് വെട്ടാനും കഴിഞ്ഞു. ശബ്ദം ബഹളം കേട്ടിട്ട് നോക്കി പട്ടച്ചേരി നോക്കുമ്പോൾ ഇവിടെ രണ്ടു സ്ഥലത്ത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക മോനായിട്ട് വെപ്പാനൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന ഇതാ മുറിയിൽ കയറി പിന്നെ ഒരു ചൂറിലെടുത്തുകൊണ്ട് വരിക. ഇടയ്ക്കായിരുന്നു ഡയഗ്നോസ് ചെയ്തോട്ടെ. മുമ്പ് കഥകളി പുരസ്കരിച്ചൊരു സംഭവം കേട്ടിട്ടുണ്ട്. കഥകളിയിൽ സംസാരിക്കാൻ പാടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ടോ കഥകളി? ഇല്ല. സംസാരിക്കാൻ ആംഗ്യം മാത്രമേ ഉള്ളൂ. മുദ്രകളിലൂടെ, ആംഗ്യത്തിലൂടെ അതൊരു ഭാഷയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനിടയിൽ 100 എന്നൊരു സംഖ്യ കാണിക്കണം, പറയാൻ പറ്റില്ല. കൗരവന്മാർ 100 എന്നുള്ളത് ഈ കഥകളി സംസാരിക്കാത്ത ആൾ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് കഥകളി നടത്തുന്നയാള് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയോ പൊട്ടി, എവിടെയോ പൊട്ടിയെന്നല്ല, എവിടെയോ ബുദ്ധിമുട്ടി. അത് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് വേറെ കണ്ണിങ്ങനെ ചുവപ്പിച്ച് അരിവാ തയ്ച്ച് വെച്ചിരിക്കും ചുവപ്പ്. അപ്പോൾ ഈ വിരൽ ഇങ്ങനെ കൊണ്ടുതട്ട് ഇങ്ങനെ കൊണ്ട് പിടിച്ചു 100 അപ്പം വരുന്നൊരു ബുദ്ധിയാണ്. അതൊക്കെ പട്ടിക വൽപ്പാക്ക കൊടുത്ത് അടിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം വേറെ ഒരു മാർഗവും ഇല്ല. മുറിയിൽ കയറി ചൂടെടുത്തുന്ന ഒറ്റ അടി 2 കയ്യിൽ പിടിച്ചു വൽപ്പാക്ക പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ബാക്കിയൊക്കെ പുസ്തകത്തിൽ എൻ്റെ സംഭാഷണമൊക്കെ ഉണ്ട്. നിന്റെ എഴുത്ത് ഇരുവേലി അങ്ങോട്ട് ചെല്ലണം, വൽപ്പാനെ പിടിച്ച് വാറ്റാൻ പറഞ്ഞു പിടിച്ചു വിട്ടു. അങ്ങോട്ട് തേങ്ങാടിയിൽ കഴിഞ്ഞു. അപ്പോൾ അന്നേരം എന്നെ മനസ്സിൽ തോന്നി ഞാൻ സെമിനാരെ കൊണ്ടുകൂടെ പറഞ്ഞു, എനിക്ക് അടി വീണത് വൽപ്പാൻ്റെ പുറത്തല്ല, മലങ്കര സഭയെ പുലർത്താൻ അന്നും ഇന്നും എന്നും ശ്രമിക്കുന്ന പ്രതിരോധ ശക്തികളുടെ പുറത്താണ് ഈ അടി വീണിരിക്കുന്നത്. ഇവരുടെ കാര്യമല്ല. ഇങ്ങനെ അതാ വിഭൂതി ധൈര്യം എന്ന അദ്ദേഹത്തെ പെങ്കീസായാലും ഈ വാക്കുകൂടി ചേർത്ത് വിഭൂതി ധൈര്യം. മധ്യകാരന്റെ കരളപ്പെന്ന് പറഞ്ഞ ഇതാ വളരെ അതീവ ധൈര്യമുണ്ട്. പക്ഷേ അത് ഈ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മിസൈൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കില്ല. ഇപ്പം അതിൻ്റെ വലിയ പ്രശ്നം വന്നു. ഈ 3-4 മേഖലകൾ ഒരേ സമയം വണ്ടി ഓടിച്ചു പോകാൻ ആരെക്കൊണ്ട് സാധിക്കും. പക്ഷെ ഇദ്ദേഹം മുതിർന്നത് ഈ വലിയ സാഹസത്തിനാണ്. സഭയ്ക്ക് വേണ്ടി കുറെ കൂടെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം കുറെ പേർ ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു. ആരാധനാ സാഹിത്യപരമായി, ഭരണപരമായി സഭയുടെ ഉത്കർഷം നിലനിർത്തിയും എന്തെല്ലാം കാര്യങ്ങൾ ആ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല. അത് വലിയ അന്തരീക്ഷം അത്ര കലുഷിതമായിരുന്നതുകൊണ്ട് അദ്ദേഹം ചെയ്യാമായിരുന്നത് ചെയ്യാൻ പറ്റാതെ. എങ്കിലും ഇപ്പം മോശയുടെ കാര്യം പറയുന്നത് കേട്ടത്. അവസാനം കനാനാട്ടിൽ എത്ര പേര് ചെന്നു? ഈ ഓഡിയൻസിൽ ആർക്കെങ്കിലും പറയാമോ? ലക്ഷക്കണക്കിന് ആളുകൾ ഈജിപ്തിൽ എന്ന് പറയുമ്പോൾ എത്ര പേര് കനാനാട്ടിലെത്തി? കണ്ട ആരൊക്കെയാണ്? യോശുവായും കാലവും മാത്രം, ബാക്കിയെല്ലാം പോയി. എന്നാൽ ഈ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം പൂർണ്ണമായി ആധുനികേറ്റം ഉണ്ടായി ഭരണഘടനയുടെ ഏകദേശം ആയിരുന്നത് കണ്ടിട്ട് മരിക്കാൻ സാധ്യത ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പുലരി ഉദിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ സാധിച്ചു. തന്നെ ഒരു രാജ്യം പറഞ്ഞാൽ വഞ്ചിച്ചിട്ട് മുതലിയാടി അപ്പുറത്ത് പോയ ആൾ ഇദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ വന്ന് തലയെല്ലാം കൊണ്ട് മൂടി, വെള്ളത്തോടുകളെല്ലാം മൂടി വന്ന് രാത്രി വന്ന് ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച് ആരാന്നുള്ളത് ഞാൻ പറയട്ടെ, ഈ നാട്ടുകാരോട് പറയാം. അതൊക്കെ ചരിത്രത്തിൻ്റെ ചക്രവളത്തിൽ വരുന്ന ചില
വിശാല സൂചികകളാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം മലങ്കര നസ്രാണികൾക്ക് ഒരു വലിയ ഉത്തേജനം, ഇൻസ്പിറേഷൻ നൽകണം. പഴയ പറഞ്ഞ് മേനി അടിക്കാൻ വേണ്ടിയിട്ടായി ഞങ്ങളതാണ് കൂടിയതാണെന്നോ ഇത് പറഞ്ഞ് മേനി അടിക്കാൻ വേണ്ടി അല്ല ഈ അനുസ്മരണം. ഇത് സഭയുടെ ആത്മാവിനെയാണ് നമ്മൾ തൊടുന്നത്. അവിടെ അകളങ്കിതമായ വിശുദ്ധിയുടെ സ്ഥാനമോഹമില്ലാത്ത സ്ഥാനി, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാൻവാസിൽ പോയിട്ട് പത്രന്മാരെ വീണ്ടുണ്ട്. കാൻവാസിൽ എപ്പോഴാണ് തുടങ്ങുന്നത്? എനിക്കൊരു ഇരോഗനം നടത്തിയപ്പോഴാണ് കാൻവാസിൽ വിളക്കൊക്കെ കൊളുത്തി ചാടിക്കളിൽ ഗോതയിലേക്ക് ചാടി എല്ലാം തസ്തിക്ക് കൊണ്ട് ഈ രോഗം. അതുകൊണ്ടാണ് സ്ഥാനമോഹമില്ലാത്ത സ്ഥാനി. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ബാക്കി, പക്ഷേ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കളയുന്നില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സഭാസുരൻ നിലവിളിച്ചു, അയ്യോ എന്നെ അവിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സഭാധ്യക്ഷൻ, മാനേജിംഗ് കമ്മിറ്റി. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് കഴിയണോ, ചിരിക്കണോ, അത്ഭുതപ്പെടണോ ഒന്നും അറിഞ്ഞുകൂടാം. അത് പഠിച്ചാൽ മനസ്സിലാകും. സഭ ആസുരൻ എന്ന പേര് കൊടുത്തത് ആരായിരുന്നാലും അത് ഏറ്റു. വെളിച്ചം കൊടുത്തതിനാലാണ് ഒരു സമൂഹത്തിനും തലമുറയ്ക്കും തലമുറകളോളം അത് വ്യാപിക്കത്തക്കവണ്ണം വലിയ ദിശാബോധമാണല്ലോ വെളിച്ചം കൊടുത്തതിനാണ്. അങ്ങനെയാണ് അദ്ദേഹം ആസുരൻ, സൂര്യനാകുന്നു. അങ്ങനെ അതിൽ നമുക്കെല്ലാം അഭിമാനിക്കുക മാത്രമല്ല സമയം കഴിഞ്ഞു പങ്കുകാരാകുകയും ചെയ്യാം. ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. വല്ലപ്പള്ളി പത്രാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ആചാരമായി പോകും, ക്ഷമിക്കണം. അതങ്ങനെയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. കാരണം ഇത് പഠിച്ച് വളരെ അത്ഭുതപ്പെട്ടിട്ടുള്ളവരാണ് ഞാൻ. ഇവരെ വെൽവെറ്റ് കുറിച്ച് പഠിച്ചു, യൂറിസിനെ കുറിച്ച് പഠിച്ചു, സൂസൻ പോലുള്ള സിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു. ഈ അടുത്തൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതിൽ ഇദ്ദേഹം വളരെ അനുദര സാധാരണ ആളാണ്. ഇത്രയും എതിർപ്പും ഇത്രയും മനോദുഃഖവും അനുഭവിച്ചിട്ട് ധീരമായി മുമ്പോട്ട് പോയ ഒരു ഒറ്റയാളുണ്ട്. ദാറ്റ് ഈസ് സെയിന്റ് അഗ്നേഷ്യസ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സംഘടനക്കാർക്ക് ശോഭം കേട്ടിരിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. വിപ്ലവ ചിഹ്നമാണോ അതോ ഇതെന്താ 40-60 കളറാണോ ഒരു പിടിയില്ല. എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ മഹാപുരുഷന്റെ പേരിൽ ഒരു ഫെലോഷിപ്പ്, അത് സംഘടനയല്ല. ഇതിലൊന്നും കയറി സംഘടന എന്ന് വിളിക്കുകയും ചെയ്തു. ഇന്നലെ ഞങ്ങളുടെ ഇവിടെ വാർഷികമായിരുന്നു എല്ലാ സംഘം ആത്മീയ. ഞാൻ ചോദിച്ചു എന്തോ ആത്മീയ സംഘടന എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, കൂടുതൽ ആത്മീയ സംഘടനയല്ലേ. സൺഡേ സ്കൂളിൽ ഓസി പഠിക്കാം, MGOs എല്ലാം ആത്മീയ സംഘടന. എന്താ പറയുന്നു? എന്തിനാണ് ഈ ആത്മീയ സംഘടന വിളിക്കുന്നത്? ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എന്തോ ഒന്ന്, അത് മാത്രമേ ആത്മീയമാണ്. നമുക്ക് ആത്മാവുണ്ട് നല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു സ്പിരിച്വൽ ഫെലോഷിപ്പാണ് SDOF. മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങൾ പോലെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നർത്ഥം. റിലേഷൻഷിപ്പിലോ ഏർപ്പെടുത്തുന്ന പ്രസ്ഥാനം അത് പുറപ്പെടൽ എന്നാണ്. പ്രസ്ഥാനങ്ങളെ തിരിക്കാനൊക്കത്തിൽ അതിന് പുറപ്പെട്ടോളം എന്നർത്ഥം. പുറപ്പെടൽ, അങ്ങനെ ഒരു പുറപ്പെടലിൻ്റെ പ്രസ്ഥാനം. അതുകൊണ്ട് സെയിന്റ് ആഗ്നേഷ്യസിനെ ഓർക്കുന്നത് ധന്യം, പുണ്യം. അത് നമുക്ക് തലമുറകളോളം ഈ കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഇന്നലെയുടെ ബാക്കിയാണ് ഇന്നത്തെ ഇത്. കണക്ട്, പാസ്റ്റ് പ്രസൻറ്റും എല്ലാം കണക്റ്റഡാണ്. ഒന്നും തനിയെടുക്കാൻ ഒക്കത്തില്ല. ഒന്നിൽ നിന്ന് വളർന്നാണ് അടുത്തതിലേക്ക് വരിക. അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൊടുക്കണം. നിങ്ങൾ സെയിന്റ് ആഗ്നേഷ്യസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ആരാടെ സെക്രട്ടറി, ആരാ കമ്മിറ്റി പേഴ്സ് അന്വേഷിക്കാനല്ല, അതിനല്ല ഈ കൂട്ടായ്മ. അവിടെ ഇങ്ങനെ ഒരാളുടെ പേരിട്ടിരിക്കുന്നതിന് അത് തലമുറകളിലൂടെ അസ്തമിക്കാത്ത ഒരു വലിയ ആശയമാണ്, കനത്ത ആശയമാണ്. അതിൻ്റെ വെളിച്ചം മങ്ങരുത്. ചുരുങ്ങിയ പക്ഷം നസ്രാണികളിൽ ഓർക്കണം, ഇങ്ങനെ ഒരു അസാധാരണനായ ഒരു മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ മണ്ണിൽ ജീവിച്ചിരുന്നു. അതിൻ്റെ മക്കളാണ് ഞങ്ങൾ. തലമുറ കൈമാറി വായ ഇടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്.
ഇത് ആത്മാവിൻ്റെ ഉള്ളിൽ അന്ധകരണത്തിൽ തെളിയുന്ന വലിയ സൂര്യദേശ. ഞാൻ പറഞ്ഞു പോയി, ക്ഷമിക്കുക. എൻ്റെ സമയം കഴിഞ്ഞെന്ന് വൈദ്യനച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി കഴിഞ്ഞു ചോദിക്കേണ്ട കാര്യം. അതുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞു, ഒത്തിരി കഴിഞ്ഞു. ടൈം ഈസ് മോർ ദൻ അപ്പ്. അതുകൊണ്ട് എല്ലാവർക്കും, കേട്ടിരുന്നവർക്ക്, ചുവപ്പ് വസ്ത്രധാരികൾക്കും അല്ലാത്തവർക്കും അധികം പേര് പുറകോട്ടെങ്കിലും കാണുന്നില്ല. എല്ലാവർക്കും നന്ദി. എന്നെ കൂടി മംഗളകർമ്മത്തിന് വിളിച്ചതിന് നന്ദി, വിളക്ക് കത്തിപ്പിച്ചതിന് നന്ദി.